അപ്പം ഇന്ന് മാർച്ച് 8 ഇന്ന് വുമൻസ് ഡേ ആണല്ലോ. അപ്പം എല്ലാ വുമൻസിനും ഹാപ്പി വുമൻസ് ഡേ. അപ്പം ഇന്ന് ഞാൻ ടെറസിൽ കയറിയതാണ് കേട്ടോ. നമ്മളെ ബോഗൺവില്ല കൂടുതലുള്ളത് ടെറസിലാണ്. അപ്പം ഇതേപോലെ അതിൻ്റെ പൂവിട്ട് കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും തലക്കിൽ വേറെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുക. അപ്പം ഇതിമേലും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കൊമ്പും കാര്യങ്ങളും വരുള്ളൂ. പുതിയ പൂക്കളൊക്കെ വരണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ബാക്കി വരുന്ന കൊമ്പുകളൊക്കെ ചിലപ്പം ആ ചട്ടി തന്നെ കുത്തി കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചട്ടിയിൽ നട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പുതിയ പൂക്കൾ വരും. അപ്പോൾ നമ്മൾ തായ്ലൻഡ് മാവ് പതിവ് പോലെ വീണ്ടും പൂവിട്ടിട്ടുണ്ട്. ഇത് പ്രത്യേക രസമാണ് ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ കാണുന്നത്. മുഴുവനും കായാവൂല, പക്ഷേ ഈ പൂ ഇട്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ ഇതിനെ കാണാൻ. അതുപോലെ ഞാൻ കുരു നട്ട് എൻ്റെ റംബുട്ടാൻ ഇത് കുരു നട്ടാണ് കേട്ടോ ഞാൻ. ഇത് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ കാലമായിട്ട് പൂവിടാറുണ്ട്. ഇപ്രാവശ്യം പതിവ് പോലെ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ മാവും അതുപോലെ വാഴയും പേരയും എല്ലാം ഡ്രമ്മിൽ ഞങ്ങൾ നട്ടിട്ടുണ്ട്. എല്ലാം കായ്ക്കുന്നുണ്ട് കേട്ടോ. കർമൂസ വരെ ഉണ്ട് കേട്ടോ. കർമൂസ റെഡ് ലേഡിയാണ്. അപ്പം നമ്മൾ വെട്ടി നിർത്തിയ കടലാസ് ചെടികൾ ഇതാ കണ്ടോ. നേരത്തെ വെട്ടിക്കൊട്ട കടലാസ് ചെടികൾ ഇതേപോലെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.